നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വടാപ്പാവ് ആണ്. അതിന് വേണ്ടിയിട്ട് വേണ്ടുന്നത് ഉരുളക്കിഴങ്ങ് വേവിച്ചത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. ഇത് ആദ്യം നമ്മളൊരു ചീഞ്ചട്ടി ചൂടാക്കുക, അതിൽ കടുക് ഇട്ട് പൊട്ടിക്കുക, അതിൽ കുറച്ച് ജീരകം, പിന്നെ നേരത്തെ ഉണ്ടാക്കിയ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റും, പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും. ഒരുപാട് വേണ്ട, എരിവിൻ്റെ അനുസരിച്ചിട്ട് മതി, പച്ചമുളക് ഇടുന്നത് കൊണ്ട്. അതിന് ശേഷം ആ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഉടച്ച് ചേർക്കണം, നല്ലതുപോലെ ഉടക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില കുറേ ഇടണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ നമ്മൾ സാധാരണ പക്കോടക്കെല്ലാം ഉണ്ടാക്കുന്ന മാതിരിയാണ് കടലമാവിൻ്റെ ബാറ്റർ തയ്യാറാക്കേണ്ടത്. അധികം ലൂസ് വേണ്ട, ഈ ഒരു രീതിയിൽ മതി. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇതേമാതിരി ഉരുള ഉരുട്ടിയിട്ട് അത് ആ ബാറ്ററിൽ മുക്കുക. എന്നിട്ട് മുക്കി നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ വറുത്ത് കോരി എടുക്കുക. ഇതേമാതിരി ഗോൾഡൻ കളറിൽ ആക്കി എടുക്കണം. അതേമാതിരി തന്നെ പച്ചമുളകും അതിൻ്റെ വിത്ത് കളഞ്ഞതിന് ശേഷം ആ ബാറ്ററിൽ മുക്കിയിട്ട് വറുത്തെടുക്കണം. പിന്നെ അടുത്തത് വെളുത്തുള്ളി ചട്നിക്ക് വേണ്ടിയിട്ടാണ്. അതിന് ഇതേമാതിരി വെളുത്തുള്ളി മുഴുവനെ വറുത്ത് കോരിയെടുക്കണം. അതേമാതിരി നിലക്കടലയും മുഴുവനെ കോരിയെടുക്കണം. പിന്നെ ആ ബാറ്ററിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ നമ്മൾ പൂന്തിയാക്കുന്ന മാതിരി എടുത്തിട്ട് ബൂന്തിയാക്കിയിട്ട് അതിൻ്റെയും കൂടിയാണ് ചട്നി എടുക്കുന്നത്. ബൂന്തിയും വെളുത്തുള്ളിയും പിന്നെ നിലക്കടലയും ഉപ്പും മുളക് പൊടിയും. പിന്നെ അടുത്തത് ഗ്രീൻ ചട്നിയാണ്. അതിനും ഇതേമാതിരി തന്നെയാണ്. അതിന് മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്. ഇനി ബ്രെഡ് അല്ലാത്ത ബന്ന് ഇതേമാതിരി നടുക്കുന്ന പീസാക്കിയതിന് ശേഷം അതിൽ ആ ചുവന്ന ചട്നിയും പച്ച ചട്നിയും വെച്ച് വടയും കൂടി വെച്ച് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് രണ്ട് സൈഡും കൂടി ചൂടാക്കി എടുക്കണം. നമ്മളെ വടാപ്പാവ് റെഡിയാണ്. ഇതേമാതിരി പച്ച ചട്നിയും ചുവന്ന ചട്നിയും മുളക് ബജിയും കൂടെ